ഒരു മുന്നണിയോടും അകൽച്ചയോ അതല്ലെങ്കിൽ അടുപ്പമോ ഇല്ലാത്ത ഒരു മണ്ഡലമായി ആലപ്പുഴ നമുക്ക് മുന്നിൽ നിൽക്കുകയാണ്. മണ്ഡലം തിരികെ പിടിക്കാൻ കെ.സി. വേണുഗോപാലിനെ UDF രംഗത്തിറങ്ങി. മണ്ഡലം നിലനിർത്താൻ എ.എം. ആരിഫും അതേപോലെ ശോഭാ സുരേന്ദ്രനാണ് NDAയുടെ സ്ഥാനാർത്ഥി. ആലപ്പുഴയിൽ വളരെ കനത്ത വാശിയേറിയ പോരാട്ടമാണ് ആലപ്പുഴ സാക്ഷ്യം വഹിക്കുന്നതെന്നാണ് ഞങ്ങളുടെ പ്രതിനിധി TK റീജിത്ത് നമ്മോട് പറയുന്നത്. റീജിത്ത് തത്സമയം ചേരുന്നു. ഇന്ത്യൻ പൊളിറ്റിക്കൽ ലീഗിലേക്ക് സ്വാഗതം റീജിത്ത്. ഗുഡ് മോർണിംഗ്. ആലപ്പുഴ എന്താണ് പറയാതെ പറയുന്ന കാര്യങ്ങൾ റീജിത്ത്? ഗുഡ് മോർണിംഗ് SKN. ശക്തമായ പോരാട്ടം ആലപ്പുഴയിൽ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മണ്ഡലത്തിലുടനീളം സഞ്ചരിക്കുമ്പോൾ, അവിടെയുള്ള വോട്ടേഴ്സുമായി സംസാരിക്കുമ്പോൾ, അവിടെ ഉള്ള സ്ഥാനാർത്ഥികളുമായി സംസാരിക്കുമ്പോഴൊക്കെ നമുക്ക് ആ കാര്യം വ്യക്തമാണ്. സജീവമായ പ്രചാരണം, അതിശക്തമായ പ്രചാരണത്തിന്റെ മണിക്കൂറുകളിലേക്ക് ആലപ്പുഴ മണ്ഡലം കടന്നു കഴിഞ്ഞു. ഇന്നിപ്പോൾ കൊട്ടിക്കലാശത്തിന്റെ ദിനമാണ്. അരൂരിൽ നിന്ന് കരുനാഗപ്പള്ളി വരെയുള്ള റോഡ് ഷോ, എ.എം. ആരിഫിന്റെ റോഡ് ഷോയ്ക്ക് തുടക്കമായിരിക്കുകയാണ്. അതുപോലെ റോഡ് ഷോയുമായി ഇന്ന് കെ.സി. വേണുഗോപാലും മണ്ഡലത്തിൽ സജീവമാകുന്നുണ്ട്. NDAയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചാരണം അത് ഇന്ന് അമിത്ഷായുടെ പ്രചാരണം കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. 11 മണിയോടുകൂടി അമിത്ഷാ മണ്ഡലത്തിലേക്ക് എത്താൻ പോകുന്നു. ശോഭാ സുരേന്ദ്രന് വേണ്ടി വോട്ട് തേടാൻ പോകുന്നു. ദേശീയ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. കെ.സി. വേണുഗോപാലിന്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് അതിശക്തമായ പോരാട്ടം. ഏറ്റവും ഒടുവിലായി വന്ന വിവാദ വിഷയങ്ങൾ പോലും ദല്ലാൽ നന്ദകുമാർ ഉയർത്തിയ വെളിപ്പെടുത്തൽ, അതിന് ദല്ലാൽ നന്ദകുമാറിനെ കടന്നാക്രമിച്ചുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ നടത്തിയ മറുപടി, വെല്ലുവിളി, അതൊക്കെ അവസാന മണിക്കൂറുകളിൽ പ്രചാരണത്തിൽ സജീവമാകുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. വികസനം തന്നെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി മാറുന്നു. താൻ മുന്നോട്ട് വെച്ച വികസനം അതിലൂന്നിക്കൊണ്ട് തന്നെ എ.എം. ആരിഫിന്റെ പ്രചാരണം പുരോഗമിക്കുമ്പോൾ എവിടെയാണോ താൻ നിർത്തിയത് അവിടെ നിന്ന് ഒരടി പോലും മുന്നോട്ട് പോയിട്ടില്ല എന്ന് കെ.സി. വേണുഗോപാൽ UDF ക്യാമ്പ് ആവർത്തിക്കുന്നത് നമ്മൾ കണ്ടു. ഒരു കേന്ദ്രമന്ത്രി ഇവിടെ ശോഭാ സുരേന്ദ്രൻ ജയിക്കുകയാണെങ്കിൽ ഉണ്ടാകും എന്നുള്ള വാഗ്ദാനം വോട്ടേഴ്സിന് നൽകിക്കൊണ്ടാണ് NDAയുടെ പ്രചാരണം നടക്കുന്നത്. ഒരുപാട് വളരെ പ്രധാനപ്പെട്ട നിർണായകമായ ഘടകങ്ങൾ, അടിയൊഴുക്കുകൾ ഉള്ള മണ്ഡലം എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. ഇവിടെയുള്ള ഈഴവ വോട്ടുകൾ, ലത്തീൻ വോട്ടുകൾ, തീരദേശ വോട്ടുകളൊക്കെ ആരുടെ പെട്ടിയിലേക്കായിരിക്കും പോവുക എന്നുള്ളത് ആകാംക്ഷയോടുകൂടി നമ്മൾ കാത്തിരിക്കുകയാണ്. വലിയ പ്രതീക്ഷ LDF ക്യാമ്പ് വെച്ചു പുലർത്തുന്നുണ്ട്. ഇന്നലെ 3 സ്ഥാനാർത്ഥികളുമായും നമ്മൾ സംസാരിച്ചിരുന്നു. എ.എം. ആരിഫ് കഴിഞ്ഞ തവണ ലഭിച്ച 10,000-നേക്കാൾ 2 ഇരട്ടിയിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്നുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. UDF ക്യാമ്പിലേക്ക് വരികയാണെങ്കിൽ സാക്ഷാൽ കെ.സി. വേണുഗോപാലിനെയാണ് കോൺഗ്രസ് കളത്തിലിറക്കിയിരിക്കുന്നത്. കഴിഞ്ഞ തവണത്തെ കാര്യം നമുക്കറിയാം. UDF തരംഗത്തിൽ 19 സീറ്റുകളും LDFിനൊപ്പം പോയപ്പോൾ 19 സീറ്റുകളും UDFിനൊപ്പം പോയപ്പോൾ LDFിനൊപ്പം നിന്ന ഏക മണ്ഡലം എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. ഇത്തവണ ആ മണ്ഡലം തിരിച്ചു പിടിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസം വെച്ചു പുലർത്തുന്നുണ്ട് UDF ക്യാമ്പ്. അപ്പോഴും കെ.സി. വേണുഗോപാലിന്റെ സ്ഥാനാർത്ഥിത്വം അവസാന മണിക്കൂറുകളിലും സജീവ വിഷയമാക്കി, സജീവായുധമാക്കി LDF ക്യാമ്പ് മാറ്റുന്നത് നമ്മൾ കാണുന്നു. രാജ്യസഭയുടെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് ഇടത് സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ കെ.സി. വേണുഗോപാൽ എന്തിനു വന്നു എന്നുള്ള ചോദ്യം അവസാന മണിക്കൂറുകളിലും സജീവമായി ഇവിടെയുള്ള LDFിന്റെ പ്രചാരണത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. NDA മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ ഇത്തവണ വോട്ട് ശതമാനം ഉയർത്താൻ കഴിയും, വലിയ രീതിയിലുള്ള മുന്നേറ്റമുണ്ടാക്കാൻ കഴിയും എന്ന പ്രതീക്ഷ NDA വെച്ചു പുലർത്തുന്നു. കഴിഞ്ഞ തവണ 17% വോട്ട് വിഹിതത്തിലേക്ക് NDA എത്തിയത്. ഇത്തവണ വലിയ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും. ശോഭാ സുരേന്ദ്രൻ പിടിക്കുന്ന വോട്ടുകൾ മറ്റ് രണ്ടുപേരുടെയും ജയസാധ്യതയെ പോലും നിർണായകമായി ബാധിക്കുന്ന കാര്യമാണ്. എന്തായാലും സജീവ പ്രചാരണത്തിലേക്ക് ആലപ്പുഴ കടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനി കൊട്ടിക്കലാശത്തിന്റെ മണിക്കൂറുകളിലേക്കാണ് കടക്കാൻ പോകുന്നത്. സക്കറിയ ബസാറിലാണ് LDFിന്റെയും UDFിന്റെയും കൊട്ടിക്കലാശം നടക്കാൻ പോകുന്നത്. അമിത്ഷായുടെ പരിപാടിക്ക് ശേഷം 11 മണിയോടുകൂടിയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കാർമൽ പോളിടെക്നിക് കോളേജിലാണ്. ഇവിടേക്കാണ് അമിത്ഷാ എത്താൻ പോകുന്നത്. ശ്രദ്ധേയമായ ഒരു കാര്യം SKN, ഇന്ന് അമിത്ഷായ്ക്ക് ആലപ്പുഴ മണ്ഡലത്തിൽ മാത്രമാണ് പരിപാടിയുള്ളത്. കെ.സി. വേണുഗോപാലൊക്കെ മത്സരിക്കുന്ന ഇവിടെ BJPയുടെ ദേശീയ നേതൃത്വം എത്രത്തോളം പ്രാധാന്യം ആ മണ്ഡലത്തിന് നൽകുന്നുണ്ട് എന്നുള്ളതിന്റെ സൂചന കൂടിയാണ്. കൊട്ടിക്കലാശത്തിന്റെ ദിനത്തിൽ അമിത്ഷാ നേരിട്ട് ഇവിടേക്ക് എത്താൻ പോകുന്നു. ഉറപ്പായും സംസ്ഥാന സർക്കാരിനെതിരെ UDFിനെതിരെയുള്ള വിമർശനങ്ങളൊക്കെ ഉറപ്പായും അമിത്ഷായുടെ ഭാഗത്തു നിന്നുണ്ടാകും. 11 മണിയോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ പരിപാടി ആരംഭിക്കാൻ പോകുന്നത്. UDFിന്റെ, LDFിന്റെ, NDAയുടെ കൊട്ടിക്കലാശത്തിന്റെ മണിക്കൂറുകളിലേക്ക് കടക്കാൻ പോകുന്നു. തികഞ്ഞ വിജയപ്രതീക്ഷ സ്ഥാനാർത്ഥികൾ വെച്ചു പുലർത്തുന്നു. മണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലും നമ്മൾ സഞ്ചരിക്കുമ്പോൾ രാവിലെ ഞാൻ നിൽക്കുന്ന ഈ ടൗൺ ഭാഗത്തൊക്കെ പ്രചാരണ വാഹനങ്ങൾ സജീവമായി കടന്നു പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. അനൗൺസ്മെന്റുകൾ സജീവമായി നമുക്ക് കേൾക്കാൻ കഴിയും. ചെറിയ നഗരത്തിൽ നിന്ന് മാറി ചെറിയ പ്രദേശങ്ങളിലേക്കൊക്കെ, വലിയ തിരക്കില്ലാത്ത പ്രദേശങ്ങളിലേക്കൊക്കെ കടക്കുമ്പോൾ അവിടെ കൊട്ടിക്കലാശത്തിനുള്ള ഒരുക്കങ്ങൾ, കൊടിതോരണങ്ങൾ തയ്യാറാക്കുന്ന ഒരുക്കങ്ങൾ, ഇതൊക്കെ സജീവമായി പുരോഗമിക്കുന്നുണ്ട്. അതിശക്തമായ മത്സരം നടക്കുന്ന ആലപ്പുഴയിൽ ഇത്തവണ ജനം ആർക്കൊപ്പം നിൽക്കുമെന്നുള്ളത് വലിയ രാഷ്ട്രീയ കൗതുകമായി നിൽക്കുകയാണ്. താങ്ക് യു TK റീജിത്ത്.